സ്പോക്കൺ ടെക്സ്റ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6 പോയിന്റ്സ് ആണ്. 1 സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ആൻസേഴ്സ്, 2 കമാൻഡ്സ് ഓർ റിക്വസ്റ്റ്, 3 യു മസ്റ്റ് തുടങ്ങുന്ന വാക്കുകൾ, 4 WH ക്വസ്റ്റ്യൻസ്, 5 യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, 6 ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഡയലോഗ് തുടങ്ങാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഗതി ഞാനൊന്ന് ഇംഗ്ലീഷ് പറയണം. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ തുടങ്ങണമെന്ന് അവനക്കറിയില്ല. അപ്പം മലയാളിയുടെ എന്ന് പറഞ്ഞിട്ടാണ് മലയാളി സംസാരിക്കാൻ തുടങ്ങുന്നത്. മലയാളിയുടെ അങ്ങനെ ആലോചിച്ചിരിക്കണം. അപ്പം മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ തുടങ്ങണമെന്ന് അവനറിയില്ല. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന രീതിയിലാണ് സംസാരിക്കേണ്ടത്. സബ്ജക്റ്റ് ആരാണ് ഈ പരിപാടി തുടങ്ങുന്നത്, അതാണ് സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. 10 സബ്ജക്റ്റ് ഉണ്ട്. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. അപ്പോൾ എങ്ങനെ തുടങ്ങണമെന്നറിയില്ല, ആർക്കറിയില്ല? മലയാളി. അപ്പോൾ സബ്ജക്റ്റ് ആരാണ്? മലയാളി അറിയില്ല. നമ്മൾ പഠിച്ചു ഡസിന്നോ, അറിയില്ല, ഡസിന്നോ. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു തുടങ്ങാം. മലയാളീസ് പ്രോബ്ലം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിന് ആ ടെക്സ്റ്റ് പ്രകാരം പോകുമ്പോൾ മലയാളി ഡസിന്നോ, എന്തറിയില്ല, എങ്ങനെ തുടങ്ങണമെന്നുള്ളത്. മലയാളി ഡസിന്നോ ഹൗ ടു ബിഗിൻ എ കോൺവെർസേഷൻ ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഓരോ സ്പോക്കൺ ടെസ്റ്റും തുടങ്ങുന്നത് എങ്ങനെ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് സംസാരിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം സ്റ്റേറ്റ്മെൻ്റ് ആണോ മറുപടിയാണോ എന്ന് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റോ മറുപടി ആണെങ്കിൽ നമ്മൾ തുടങ്ങേണ്ടത് സബ്ജക്റ്റിൽ നിന്നാണ്. അതിൻ്റെ കൂടെ വരേണ്ടത് വെർബാണ്. വെർബിൻ്റെ 12 രൂപ ഇപ്പോൾ നമ്മൾ പഠിച്ചു. 12 രൂപ എന്താണ്? ചെയ്യാറുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്ത് പൂർത്തിയാക്കി, ഇത്ര മണി മുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തു, ചെയ്യുകയായിരുന്നു, ചെയ്ത് പൂർത്തിയാക്കി ഒരു കുറച്ച് കാലം മുമ്പ്, പിന്നെ ഒരു കാലത്തിനു മുമ്പ് സംഭവിച്ച പ്രവൃത്തി അന്നും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചെയ്യും, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാവും, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടാവും, ഭാവിയിൽ ഒരു നിശ്ചിത സമയത്ത് അതിനും നിശ്ചിത സമയത്ത് തുടങ്ങിയ സംഭവം തുടർന്നുകൊണ്ടിരിക്കുകയാവും. ഇതാണല്ലോ വെർബ്. സബ്ജക്റ്റ് ഐ യു വിത്ത് എ പ്ലൂറൽ. പിന്നെന്താ ഇംഗ്ലീഷിന് ബുദ്ധിമുട്ട്? അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആണോ ആൻസേഴ്സ് ആണോ അത് തുടങ്ങേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വെർബാണ്. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് എങ്ങനെയാണ് നമ്മൾ ഇനി അത് മനസ്സിലാക്കേണ്ടത്? ആൻസേഴ്സ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അവർ സ്കൂളിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ അവർ പോകാറുണ്ട്. സ്കൂളിൽ എന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെ തുടങ്ങാൻ പറ്റില്ല. സ്കൂളിൽ അവർ പോകാറുണ്ട്. അവിടെ സബ്ജക്റ്റ് ആരാണ്? അവരാണ്. അപ്പോൾ അവർ എന്നുള്ളതിന് ഇംഗ്ലീഷ് ഏതാണ്? ദേ. അവിടുത്തെ വെർബ് എന്താണ്? പോവുക. പോകാറുണ്ട് ഏത് വെർബാ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ എങ്ങനെ യൂസ് ചെയ്യുക? ഗോ എന്ന് പറഞ്ഞാൽ മതി. ദേ ഗോ ടു സ്കൂൾ. ഇനി ഇത് തന്നെ അവർ സ്കൂളിൽ അവർ പോകും. സ്കൂൾ വെച്ച് തുടങ്ങരുത്. ആരെ പോവുക? അവർ. ദേ. വെർബ് ഏതാണ്? പോകുമെന്ന് പറയാനാണ്. വിൽ ഗോ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. ദേ വിൽ ഗോ. സ്കൂളിൽ അവർ പോയി. അവർ ആണ് സബ്ജക്റ്റ്. ദേ. പോയി എന്നാണ് വെർബ്. പോയി എന്ന് പറയുന്നതിൻ്റെ ഏതാണ് പിന്നെ വെർബ് ഏത് ഫോമിലാണ് വരിക? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വെൻറ്റ്. ദേ വെൻറ്റ്. സ്കൂളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരെ പോണത്? അവർ. ദേ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർ ഗോയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദേ ആർ ഗോയിങ് ടു സ്കൂൾ. ഇനി സ്കൂളിലേക്ക് അവർ പോവുകയായിരുന്നു. ആരെ പോണത്? അവർ. സബ്ജക്റ്റ് ദേ. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതാ ടെൻസ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദേ വെർ ഗോയിങ്. വെർ ഗോയിങ്. ദേ വെർ ഗോയിങ് ടു സ്കൂൾ. ഈ 5 ടെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഇനി അതേപോലെ തന്നെ ഞാൻ ഊണ് കഴിച്ചു. തീർച്ചയായിട്ടും അതൊരു ഉത്തരമാണ്. നീ ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ഊണ് കഴിച്ചു. ഐ എയ്റ്റ് ലഞ്ച് ഓർ ഐ ഹാഡ് ലഞ്ച്. ഐ ഹാഡ് ലഞ്ച്. ഇനി ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് 10 ഡയലോഗ് ഉണ്ടാക്കാം. യു ഹാഡ് ലഞ്ച്, വി ഹാഡ് ലഞ്ച്, ദേ ഹാഡ് ലഞ്ച്, ബോയ്സ് ഹാഡ് ലഞ്ച്, ഹി ഹാഡ് ലഞ്ച്, ഷി ഹാഡ് ലഞ്ച്, ഇറ്റ് ഹാഡ് ലഞ്ച്, ബോയ് ഹാഡ് ലഞ്ച്, ബൈജു ഹാഡ് ലഞ്ച്. ഊണ് കഴിച്ചു. അപ്പോൾ ഹാഡ് എന്ന് പറഞ്ഞാൽ കഴിച്ചു എന്നും അർത്ഥമുണ്ട്.
അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ ആൻസേഴ്സ് മറുപടി പറയാനുള്ളത് നമ്മൾ പഠിച്ചു. ഇനി കമാൻഡ്സ് ആണ്. കമാൻഡ്സ് അല്ലെങ്കിൽ റിക്വസ്റ്റ് എങ്ങനെയാണ് തുടങ്ങുന്നത്? സബ്ജക്റ്റ് നിന്നാണ് വെർബ് നിന്നാണ് തുടങ്ങുന്നത്. അവിടെ സബ്ജക്റ്റ് വേണ്ട. ഇരിക്ക്, സിറ്റ്, കഴിഞ്ഞു. ഷൂട്ട് ചെയ്യ്, ഷൂട്ട്. പാട്, സിങ്. കയറിയിരിക്ക്, കം ആൻഡ് സിറ്റ്. പോയി പറയേ, ഗോ ആൻഡ് സീ. അവിടുന്ന് എടുക്ക്, ടേക്ക് ഫ്രം ദെയർ. ശ്രദ്ധിക്ക്, മൈൻഡ്. ഓട്, റൺ. ഇനി ഇത് റിക്വസ്റ്റ് ആണെങ്കിൽ ഒരു പ്ലീസ് ആഡ് ചെയ്താൽ മതി. കുറച്ചങ്ങ് മാറിക്ക്, പ്ലീസ് മൂവ് എ ബിറ്റ്. അവളൊന്ന് വിളിക്ക്, പ്ലീസ് കോളർ. പോയി പറ, പ്ലീസ് ഗോ ആൻഡ് ടെൽ. അപ്പോൾ കമാൻഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? വെർബിലങ്ങ് തുടങ്ങിയാൽ മതി. ഇനി അതേപോലെ ഒരാളോട് നമ്മൾ ചെയ്യണം നിർബന്ധിക്കുകയാണ്. യു മസ്റ്റ്, യു ഷുഡ്, ഇതൊക്കെ ഉപയോഗിക്കാം. യു ഷുഡ് ഗോ, നീ പോകണം. യു ഷുഡ് വിസിറ്റ്, നീ വിസിറ്റ് ചെയ്യണം. യു ഷുഡ് അറ്റൻഡ്, നീ അറ്റൻഡ് ചെയ്യണം. യു ഷുഡ് മാരി, നീ കല്യാണം കഴിക്കണം. യു ഷുഡ് ബൈ, നീ വാങ്ങണം. യു ഷുഡ് കോൾ, നീ വിളിക്കണം. യു ഷുഡ് ബോദർ, നീ അതിനെക്കുറിച്ച് നല്ല ഓർമ്മ വേണം. യു ഷുഡ് റിമൈൻഡ്, നീ എന്നെ ഓർമ്മിപ്പിക്കണം. യു വെച്ചിട്ട് കമാൻഡ് ചെയ്യാനുള്ളതായി. ഇനിയാണ് WH ക്വസ്റ്റ്യൻസ്. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് WH ക്വസ്റ്റ്യൻ ആണോ എന്ന് നോക്കുക. എന്താ WH? 6 വയസ്സ്, ഒരു ഹസ്ബൻഡ്. 6 വയസ്സ്? വാട്ട്, വിച്ച്, വെന്ന്, വേറെ, വൈ, ഹു. 6 വൈഫായി. ഹസ്ബൻഡ് ഏതാ? ഹൗ. അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ചോദ്യത്തിൽ എവിടെയെങ്കിലും WH ഉണ്ടോ എന്ന് നോക്കുക. WH ഉണ്ടെങ്കിൽ ആ WH കൊണ്ട് തുടങ്ങണം. നീയൊക്കെ എന്തിനാ പഠിക്കുന്നത്? മല്ലപ്പം എന്താ പറയാ? നീ, യു. എന്തിനാ? വാട്ടിനാ? പഠിക്കുക, സ്റ്റഡി. എന്തിനാന്നുള്ളത് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. പലപ്പോഴും മല്ലു ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്നത് നീ ഊണ് കഴിച്ചോ? യു ഹാഡ് ലഞ്ച്, പിന്നെ കഴിച്ചോ ഇങ്ങനെ കാണിക്കുകയാണ്. യു ഹാഡ് ലഞ്ച് എന്ന് പറഞ്ഞാൽ നീ ഊണ് കഴിച്ചു, ഉത്തരമാണത്. അത് ചോദ്യമാക്കണമെങ്കിൽ ഹാഡ് യുവർ ലഞ്ച് എന്നാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഡിഡ് യു ഈറ്റ് ലഞ്ച് എന്നാണ് ചോദിക്കേണ്ടത്. ഇതറിയില്ല. ചോദ്യം ചോദിക്കാൻ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ഉത്തരം പറയാൻ വിധിക്കപ്പെട്ടവരാണ്. ചോദ്യം ചോദിക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ WH ക്വസ്റ്റ്യൻ ആണോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ എന്ന് മനസ്സിലാക്കി അത് ചോദിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചു തരികയാണിപ്പോൾ. അപ്പോൾ WH ക്വസ്റ്റ്യൻ ആണ് എന്ന് തോന്നിയാൽ ഏത് WHൽ നിന്നാണോ തുടങ്ങേണ്ടത് ആ WH വെച്ച് തുടങ്ങുക. ഇപ്പോൾ നീ എന്തിനാ പഠിക്കുന്നത്? നീ വെച്ച് തുടങ്ങിയാൽ ചോദ്യമാവില്ല. നീ വെച്ച് തുടങ്ങിയാൽ അത് ഉത്തരമാണ്. സബ്ജക്റ്റ് വെച്ച് തുടങ്ങിയാൽ ഉത്തരമാണ്. നീ എന്തിനാ പഠിക്കുന്നത്? എന്തിനാ എന്നുള്ളതിനുള്ള ഇംഗ്ലീഷ് എന്താ? എന്തിനാന്നാണ് അവിടെ WH. വൈ ആണ്. അപ്പോൾ നീ എന്തിനാ പഠിക്കുന്നത്? വൈ ആർ യു സ്റ്റഡി. നീ എന്തിനാ പോകുന്നത്? വൈ ആർ യു ഗോയിങ്. നീ എന്തിനാ കരയുന്നത്? വൈ ആർ യു ക്രൈയിങ്. അപ്പോൾ WH ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ WH ഏതാണോ അത് വെച്ച് തുടങ്ങണം. അപ്പോൾ ഞാൻ വാട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. വാട്ട് ആർ യു ഡൂയിങ് ദെയർ? നീ എന്താണ് അവിടെ ചെയ്യുന്നത്? നീയാണ് മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷെ നീ വെച്ച് തുടങ്ങരുത്. വാട്ട് ആർ യു ഡൂയിങ് ദെയർ. ഈ വാട്ട് ആർ യു ഡൂയിങ് ദെയർ എന്നുള്ളത് നമുക്ക് ഈ 10 സബ്ജക്റ്റുമായിട്ട് ചേർത്ത് പറയാം. അത് അപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം. വാട്ട് ആം ഐ ഡൂയിങ് ദെയർ? ഞാൻ അവിടെ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ് ദെയർ? നീ എന്താണ് അവിടെ ചെയ്യുന്നത്? വാട്ട് ആർ വി ഡൂയിങ് ദെയർ? നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? വാട്ട് ആർ ദേ ഡൂയിങ് ദെയർ? അവരെന്താണ് അവിടെ ചെയ്യുന്നത്? വാട്ട് ആർ ടീച്ചേഴ്സ് ഡൂയിങ് ദെയർ? ടീച്ചേഴ്സ് എന്താണ് അവിടെ ചെയ്യുന്നത്? വാട്ട് ഈസ് ഹി ഡൂയിങ് ദെയർ? അവൻ എന്താണ് അവിടെ ചെയ്യുന്നത്? വാട്ട് ഈസ് ഷീ ഡൂയിങ് ദെയർ? അവൾ എന്താണ് അവിടെ ചെയ്യുന്നത്? വാട്ട് ഈസ് ഇറ്റ് ഡൂയിങ് ദെയർ? അതെന്താണ് അവിടെ ചെയ്യുന്നത്? വാട്ട് ഈസ് ടീച്ചർ ഡൂയിങ് ദെയർ? ടീച്ചർ എന്താണ് അവിടെ ചെയ്യുന്നത്? വാട്ട് ഈസ് അഭിമന്യു ഡൂയിങ് ദെയർ? അഭിമന്യു എന്താണ് അവിടെ ചെയ്യുന്നത്? ഒരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 10 ഡയലോഗ് ഉണ്ടാക്കാൻ അന്ന് മുതൽ നിങ്ങൾ ശ്രമിക്കാം. ഇനി അതേപോലെ തന്നെ വാട്ട് ഈസ് ഹിസ് പ്രൈസ്? ഇതിൻ്റെ വില എന്താണ്? വാട്ട് ഈസ് ഹിസ് ലെങ്ത്? അതിൻ്റെ നീളം എന്താണ്? വാട്ട് ഈസ് ഹിസ് നെയിം? അതിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് ഹിസ് ബ്രാൻഡ്? അതിൻ്റെ ബ്രാൻഡ് ഏതാണ്? ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബേബി? കുട്ടിയുടെ പേരെന്താണ്? കുട്ടീനെ കണ്ടു നമ്മൾ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബേബി? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ
മെറ്റീരിയൽ. ഈ മെറ്റീരിയലിൻ്റെ പേരെന്താണ്? വാട്ട് ഇസ് ദ നെയിം ഓഫ് യുവർ വൈഫ്? നിൻ്റെ വൈഫിൻ്റെ പേരെന്താണ്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് സ്കൂൾ? ആ സ്കൂളിൻ്റെ പേരെന്താണ്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദാറ്റ് പ്ലേസ്? ആ സ്ഥലത്തിൻ്റെ പേരെന്താണ്? സി വാട്ട് ഈസ് ദർ ഒപ്പീനിയൻ? അവളുടെ അഭിപ്രായം എന്താണ്? അവളുടെ എന്ന് വെച്ച് തുടങ്ങാൻ പറ്റില്ല, എന്താണ് എന്നാണ്. വാട്ട് ഈസ് ദർ ഒപ്പീനിയൻ? അപ്പോൾ അതിന് നമുക്ക് 10 ഡയലോഗ് ഉണ്ടാക്കാം. വാട്ട് ഈസ് മൈ ഒപ്പീനിയൻ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വാട്ട് ഈസ് ദെയർ ഒപ്പീനിയൻ? വാട്ട് ഈസ് അവർ ഒപ്പീനിയൻ? വാട്ട് ഈസ് ടീച്ചേഴ്സ് ഒപ്പീനിയൻ? വാട്ട് ഈസ് ഹിസ് ഒപ്പീനിയൻ? വാട്ട് ഈസ് ഇറ്റ്സ് ഒപ്പീനിയൻ? വാട്ട് ഈസ് ബൈജൂസ് ഒപ്പീനിയൻ? വാട്ട് ഈസ് ലീഡേഴ്സ് ഒപ്പീനിയൻ? അപ്പോൾ ചോദ്യത്തിൽ എവിടെയെങ്കിലും എന്ത് എന്നുണ്ടെങ്കിൽ വാട്ട് വെച്ചാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. നെക്സ്റ്റ് വിച്ചിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ഏത്. ചോദ്യത്തിൽ എവിടെയെങ്കിലും ഏത് എന്നുണ്ടെങ്കിൽ വിച്ച് വെച്ച് തുടങ്ങണം. അതാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. സി വിച്ച് കളർ ഡു യു ലൈക്ക്? നിനക്ക് ഏത് കളറാണ് ഇഷ്ടം? നിനക്ക് എന്ന് വെച്ച് തുടങ്ങരുത്. വിച്ച് കളർ ഡു യു ലൈക്ക്? വിച്ച് കളർ ഡു ഐ ലൈക്ക്? എനിക്ക് ഏത് കളറാണ് ഇഷ്ടം? വിച്ച് കളർ ഡു വി ലൈക്ക്? നമുക്ക് ഏത് കളറാണ് ഇഷ്ടം? വിച്ച് കളർ ഡു ദേ ലൈക്ക്? അവർക്ക് ഏത് കളറാണ് ഇഷ്ടം? വിച്ച് കളർ ഡു ഫ്രണ്ട്സ് ലൈക്ക്? ഫ്രണ്ട്സിന് ഏത് കളറാണ് ഇഷ്ടം? വിച്ച് കളർ ഡസ് ഹി ലൈക്ക്? ഡു ഹി പറയരുത്, ഡസ് ഹി ലൈക്ക്? അവന് ഏത് കളറാണ് ഇഷ്ടം? വിച്ച് കളർ ഡസ് ഷി ലൈക്ക്? അവൾക്ക് ഏത് കളറാണ് ഇഷ്ടം? വിച്ച് കളർ ഡസ് ഇറ്റ് ലൈക്ക്? അതിന് ഏത് കളറാണ് ഇഷ്ടം? വിച്ച് കളർ ഡസ് ആ വൈഫ് ലൈക്ക്? വൈഫിന് ഏത് കളറാണ് ഇഷ്ടം? വിച്ച് കളർ ഡസ് ബൈജു ലൈക്ക്? ബൈജുവിന് ഏത് കളറാണ് ഇഷ്ടം? ക്ലിയർ? ഇനി അതേപോലെ തന്നെ വിച്ച് ഈസ് യുവർ സീറ്റ്? നിൻ്റെ സീറ്റ് ഏതാ? വിച്ച് ഈസ് മൈ സീറ്റ്? വിച്ച് ഈസ് ദെയർ സീറ്റ്? വിച്ച് ഈസ് അവർ സീറ്റ്? വിച്ച് ഈസ് ടീച്ചേഴ്സ് സീറ്റ്? വിച്ച് ഈസ് ഹിസ് സീറ്റ്? വിച്ച് ഈസ് ഹർ സീറ്റ്? വിച്ച് ഈസ് ഇറ്റ് സീറ്റ്? വിച്ച് ഈസ് ബൈജു സീറ്റ്? വിച്ച് ഈസ് ടീച്ചർ സീറ്റ്? വിച്ച് ഈസ് ദ ബെസ്റ്റ് റൂട്ട്? ഏതാണ് ഏറ്റവും നല്ല റൂട്ട്? വിച്ച് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്? വിച്ച് ഈസ് ദ ബെസ്റ്റ് മൂവി? വിച്ച് കളർ ഷുഡ് ഐ ബൈ? ഏത് കളറാണ് ഞാൻ വാങ്ങേണ്ടത്? വിച്ച് കളർ ഷുഡ് യു ബൈ? വിച്ച് കളർ ഷുഡ് വി ബൈ? വിച്ച് കളർ ഷുഡ് ദേ ബൈ? വിച്ച് കളർ ഷുഡ് ഫ്രണ്ട്സ് ബൈ? വിച്ച് കളർ ഷുഡ് ഈ ബൈ? വിച്ച് കളർ ഷുഡ് ഷീ ബൈ? വിച്ച് കളർ ഷുഡ് ഇറ്റ് ബൈ? വിച്ച് കളർ ഷുഡ് ജോൺ ബൈ? വിച്ച് കളർ ഷുഡ് ഫാദർ ബൈ? അപ്പോൾ ചോദ്യത്തിൽ എവിടെയെങ്കിലും ഏത് എന്നുണ്ടെങ്കിൽ നമ്മൾ വിച്ച് വെച്ച് തുടങ്ങണം. ഇനി ചോദ്യത്തിൽ എവിടെയെങ്കിലും എപ്പോൾ എന്നുണ്ടെങ്കിൽ വെൻ വെച്ച് തുടങ്ങണം. ഉദാഹരണം, വെൻ വിൽ യു ഗോ ബാക്ക്? നീ എപ്പോഴാണ് മടങ്ങി പോവുക? ഒരു ഡയലോഗ് കിട്ടി. വെൻ വിൽ ഐ ഗോ ബാക്ക്? വെൻ വിൽ ദേ ഗോ ബാക്ക്? വെൻ വിൽ വി ഗോ ബാക്ക്? വെൻ വിൽ ടീച്ചേഴ്സ് ഗോ ബാക്ക്? വെൻ വിൽ ഹി ഗോ ബാക്ക്? വെൻ വിൽ ഷീ ഗോ ബാക്ക്? വെൻ വിൽ ഇറ്റ് ഗോ ബാക്ക്? വെൻ വിൽ ആദർസ് ഗോ ബാക്ക്? വെൻ വിൽ ഫ്രണ്ട് ഗോ ബാക്ക്? എവിടെയെങ്കിലും എപ്പോഴെന്നുണ്ടെങ്കിൽ വെൻ ഡിഡ് ഷീ ഫിനിഷ്? എപ്പോഴാണ് അവൾ പൂർത്തിയാക്കിയത്? വെൻ ഡിഡ് ഐ ഫിനിഷ്? വെൻ യു ഫിനിഷ്ഡ് എന്നൊന്നും ഇംഗ്ലീഷിൽ ചോദിക്കരുത്. ഡിഡ് ഫിനിഷ് എന്നാണ് പറയേണ്ടത്. വെൻ യു ഫിനിഷ് തെറ്റാണ്. വെൻ യു കെയിം തെറ്റാണ്. വെൻ ഡിഡ് യു കം? സോ വെൻ ഡിഡ് യു ഫിനിഷ്? വെൻ ഡിഡ് ഐ ഫിനിഷ്? വെൻ ഡിഡ് വി ഫിനിഷ്? വെൻ ഡിഡ് ദേ ഫിനിഷ്? വെൻ ഡിഡ് ടീച്ചേഴ്സ് ഫിനിഷ്? വെൻ ഡിഡ് ഈ ഫിനിഷ്? വെൻ ഡിഡ് ഷീ ഫിനിഷ്? വെൻ ഡിഡ് ഇറ്റ് ഫിനിഷ്? വെൻ ഡിഡ് ബൈജു ഫിനിഷ്? വെൻ ഡിഡ് മൈ ഫ്രണ്ട് ഫിനിഷ്? വെൻ ആർ ദേ കമ്മിങ്? അവരെപ്പോഴാണ് വരുന്നത്? വെൻ ആം ഐ കമ്മിങ്? വെൻ ആർ യു കമ്മിങ്? വെൻ ആർ വി കമ്മിങ്? വെൻ ആർ ദേ കമ്മിങ്? വെൻ ആർ ടീച്ചേഴ്സ് കമ്മിങ്? വെൻ ഈസ് ഹി കമ്മിങ്? ഹി ആകുമ്പോൾ ഈസ്. വെൻ ഈസ് ഷീ കമ്മിങ്? വെൻ ഈസ് ഇറ്റ് കമ്മിങ്? വെൻ ഈസ് ബൈജു കമ്മിങ്? വെൻ ഈസ് ക്ലർക്ക് കമ്മിങ്? വെൻ ഷുഡ് ഐ കോൾ? ഞാൻ എപ്പോഴാണ് വിളിക്കേണ്ടത്? വെൻ ഷുഡ് യു കോൾ? വെൻ ഷുഡ് വി കോൾ? വെൻ ഷുഡ് ദേ കോൾ? വെൻ ഷുഡ് ടീച്ചേഴ്സ് കോൾ? വെൻ ഷുഡ് ഈ കോൾ? വെൻ ഷുഡ് ഷീ കോൾ? വെൻ ഷുഡ് ഇറ്റ് കോൾ? വെൻ ഷുഡ് ബോയ് കോൾ? വെൻ ഷുഡ് ബൈജു കോൾ? എപ്പോഴാണ് വിളിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ആലോചിക്കുക, എവിടെയെങ്കിലും എപ്പോൾ എന്നുണ്ടെങ്കിൽ ആ ചോദ്യം വെന്ന് വെച്ച് തുടങ്ങണം. ഇനി എവിടെയെങ്കിലും വേറുണ്ടെങ്കിൽ, എവിടെയെന്നുണ്ടെങ്കിൽ വേർ വെച്ച് തുടങ്ങണം. ഉദാഹരണത്തിന് വേർ ഡിഡ് ഹി ബൈറ്റ്? എവിടെ നിന്നാണ് അത് അവൻ വാങ്ങിയത്? വേർ ഡിഡ് യു ബൈറ്റ്? നീ എവിടെ നിന്നാണ് വാങ്ങിയത്? വേർ ഡിഡ് വി ബൈറ്റ്? വേർ ഡിഡ് ദേ ബൈറ്റ്? വേർ ഡിഡ് ടീച്ചേഴ്സ് ബൈറ്റ്? വേർ ഡിഡ് ഈ ബൈറ്റ്? വേർ ഡിഡ് ഷീ ബൈറ്റ്? വേർ ഡിഡ് ഇറ്റ് ബൈറ്റ്? വേർ ഡിഡ് ബൈജു ബൈറ്റ്? വേർ ഡിഡ് ടീച്ചർ ബൈറ്റ്? ചോദ്യത്തിൽ എവിടെയെങ്കിലും വേറുണ്ടെങ്കിൽ, എവിടെയെന്നുണ്ടെങ്കിൽ വേർ വിൽ യു സ്റ്റേ? നീ എവിടെ താമസിക്കും? വേർ വിൽ ഐ സ്റ്റേ? വേർ വിൽ യു സ്റ്റേ? വേർ വിൽ വി സ്റ്റേ? വേർ വിൽ ദേ സ്റ്റേ? വേർ വിൽ ടീച്ചർ സ്റ്റേ? വേർ വിൽ ഈ സ്റ്റേ? വേർ വിൽ ഷീ സ്റ്റേ? വേർ വിൽ ഇറ്റ് സ്റ്റേ? വേർ വിൽ ബൈജു സ്റ്റേ? വേർ വിൽ ഫ്രണ്ട് സ്റ്റേ? വേർ ഈസ് ഹി? അവൻ എവിടെയാണ്? അവൻ എവിടെയാണ്? ഹീ വെച്ച് തുടങ്ങരുത്. എവിടെയെന്ന് ചോദ്യത്തിലുണ്ട്. വേർ ഈസ് ഹി? വേർ ആം ഐ? ഞാൻ എവിടെയാണ്? വേർ ആർ യു? വേർ ആർ വി? വേർ ആർ ദേ? വേർ ആർ ടീച്ചേഴ്സ്?
വേർ ഈസ് ഹി, വേർ ഈസ് ഷീ, വേർ ഈസ് ഇറ്റ്, വേർ ഈസ് ബൈജു, വേർ ഈസ് മൈ ഫ്രണ്ട്. വേർ ഡസ് ഷീ ഗോ, എവിടേക്കാണ് അവൾ പോകുന്നത്, എവിടേക്കാണ് അവൾ പോകാറുള്ളത്, രണ്ടർത്ഥമുണ്ട്. വേർ ഡു യു ഗോ, നീ എങ്ങോട്ടാ പോകാറുള്ളത്. വേർ ഡു വി ഗോ, വേർ ഡു ദേ ഗോ, വേർ ഡു ടീച്ചേഴ്സ് ഗോ, വേർ ഡസ് ഹി ഗോ, അവൻ എങ്ങോട്ടാ പോകാറുള്ളത്. വേർ ഡസ് ഇറ്റ് ഗോ, വേർ ഡസ് ടീച്ചർ ഗോ, വേർ ഡസ് അരവിന്ദ് ഗോ, പോകാറുള്ളത്, ചെയ്യാറുള്ളത്. വേർ ആർ ദ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് എവിടെയാണ്. അപ്പോൾ ചോദ്യത്തിൽ എവിടെയെങ്കിലും എവിടെ എന്നുണ്ടെങ്കിൽ വേറെ വെച്ച് തുടങ്ങണം. ഇനി അതേപോലെ എന്തിനാ, എന്തുകൊണ്ട് എന്നൊക്കെ ചോദ്യം ഉണ്ടെങ്കിൽ, ചോദ്യത്തിലുണ്ടെങ്കിൽ അവിടെ വൈ ആണ് തുടങ്ങേണ്ടത്. എന്തിനാണ് അവൾ കരയണത്, അവിടെ എന്തുകൊണ്ടാണ് അവൾ കരയുന്നത് എന്നുള്ളതാണ്. വൈ ഈസ് ഷി ക്രൈം, വൈ ആർ യു ക്രൈം, വൈ ആം ഐ ക്രൈം, വൈ ആർ വി ക്രൈം, വൈ ആർ ദേ ക്രൈം, വൈ ആർ ചിൽഡ്രൻ ക്രൈം, വൈ ഈസ് ഹി ക്രൈം, വൈ ഈസ് ഷി ക്രൈം, വൈ ഈസ് ഇറ്റ് ക്രൈം, വൈ ഈസ് ചൈൽഡ് ക്രൈം, വൈ ഈസ് ബൈജു ക്രൈം. എന്തിനാ എന്ന് ചോദിക്കേണ്ട ഇംഗ്ലീഷ് അതാണ്. വൈ ഡിഡ് ദേ കോറൽ, എന്തിനാ അവർ വഴക്കിട്ടത്. വൈ ദേ കോറൽഡ് എന്ന് ചോദിക്കാൻ പാടില്ല, അത് തെറ്റാണ്. വൈ ഡിഡ് ദേ കോറൽ, എന്തിനാ അവർ വഴക്കിട്ടത്. വൈ ഡിഡ് ഐ കോറൽ, വൈ ഡിഡ് യു കോറൽ, വൈ ഡിഡ് വി കോറൽ, വൈ ഡിഡ് ദേ കോറൽ, വൈ ഡിഡ് ടീച്ചേഴ്സ് കോറൽ, വൈ ഡിഡ് ഈ കോറൽ, വൈ ഡിഡ് ഷീ കോറൽ, വൈ ഡിഡ് ഇറ്റ് കോറൽ, വൈ ഡിഡ് ബൈജു കോറൽ, വൈ ഡിഡ് ഫ്രണ്ട് കോറൽ. എന്തിനാ ചെയ്തത്, ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതിനാണ് ഡിഡ് വരുന്നത്. വൈ ഡസ് ഹി കോൾ, എന്തിനാവും വിളിക്കാറുള്ളത്. വൈ ഡു യു കോൾ, വൈ ഡു ഐ കോൾ, വൈ ഡു വി കോൾ, വൈ ഡു ദേ കോൾ, വൈ ഡു ടീച്ചേഴ്സ് കോൾ, വൈ ഡസ് ഷീ കോൾ, വൈ ഡസ് ഇറ്റ് കോൾ, വൈ ഡസ് ടീച്ചർ കോൾ, വൈ ഡസ് അരവിന്ദ് കോൾ. അരവിന്ദിന് എന്താ വിളിക്കാറുള്ളത്, എന്തിനാണ് അവൻ വിളിക്കാറുള്ളത്. വൈ ഡോണ്ട് യു റിപ്ലൈ, നീ എന്താ മറുപടി പറയാത്തത്. വൈ ഡോണ്ട് ഐ റിപ്ലൈ, വൈ ഡോണ്ട് യു റിപ്ലൈ, വൈ ഡോണ്ട് വി റിപ്ലൈ, വൈ ഡോണ്ട് ദേ റിപ്ലൈ, വൈ ഡോണ്ട് ടീച്ചേഴ്സ് റിപ്ലൈ. വൈ ഡസിൻറ്റ് ഹി റിപ്ലൈ, ഡോണ്ട് ഹി എന്ന് പറയരുത്. വൈ ഡസിൻറ്റ് ഷീ റിപ്ലൈ, വൈ ഡസിൻറ്റ് ഇറ്റ് റിപ്ലൈ, വൈ ഡസിൻറ്റ് ബൈജു റിപ്ലൈ, വൈ ഡസിൻറ്റ് ഫ്രണ്ട് റിപ്ലൈ. ചോദ്യത്തിൽ എവിടെയെങ്കിലും എന്തുകൊണ്ട്, എന്തിന് എന്നുണ്ടെങ്കിൽ വൈ വെച്ച് തുടങ്ങണം. ഇനി അതേപോലെ എങ്ങനെ, എത്ര എന്നൊക്കെ ചോദിക്കാൻ ഹൗ, ഹൗ മെനി, ഹൗ മച്ച്. ഹൗ വാസ് ദി എക്സാം, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഹൗ വാസ് ദ പാർട്ടി, പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു. ഹൗ വാസ് ദ മൂവി, സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു. ഹൗ വാസ് ദ ഡാൻസ്, ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. ഇനി അതല്ല എങ്ങനെയുണ്ട്, ഹൗ വാസ് ഇറ്റ്. ഹൗ വാസ് ദ മൂവി, മൂവി എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കാൻ ഹൗ. ഇനി അതേപോലെ തന്നെ ഹൗ ഈസ് ഷീ, ഹൗ ഈസ് ഷീ എന്ന് പറഞ്ഞാൽ അവൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ ഹൗ ആർ യു, സുഖമാണോ. ഹൗ ആം ഐ, ഞാൻ എങ്ങനെയുണ്ട്. ഹൗ ആർ വി, ഞങ്ങളെങ്ങനെയുണ്ട്. ഹൗ ആർ ദേ, ഹൗ ആർ ഫ്രണ്ട്സ്. ഹൗ ഈസ് ഷീ, അവൾക്ക് സുഖമാണോ. ഹൗ ഇസ് ഇറ്റ്, ഹൗ ഇസ് ഹി. ഹൗ ഇസ് ടീച്ചർ, ടീച്ചർ എങ്ങനെയുണ്ട്. ഹൗ ഇസ് ദ മൂവി, മൂവി എങ്ങനെയുണ്ട്. ദെൻ ഹൗ മച്ച് ഷുഡ് ഐ പേ, ഞാൻ എത്രയാണ് അടക്കേണ്ടത്. ഹൗ മച്ച് ഷുഡ് യു പേ, ഹൗ മച്ച് ഷുഡ് വി പേ, ഹൗ മച്ച് ഷുഡ് ദേ പേ, ഹൗ മച്ച് ഷുഡ് ടീച്ചേഴ്സ് പേ, ഹൗ മച്ച് ഷുഡ് ഈ പേ, ഹൗ മച്ച് ഷുഡ് ഷീ പേ, ഹൗ മച്ച് ഷുഡ് ഇറ്റ് പേ, ഹൗ മച്ച് ഷുഡ് ബൈജു പേ, ഹൗ മച്ച് ഷുഡ് ടീച്ചർ പേ. ഇനി എണ്ണാൻ പറ്റുന്ന എത്ര എന്ന് ചോദിക്കാൻ ഹൗ മെനിയാണ്. ഹൗ മെനി ലെസൺസ് ടു സ്റ്റഡി, എത്ര പാഠം പഠിക്കാണ്ട്. ഹൗ മെനി സെക്കൻഡ്സ് ടു പാസ്, എത്ര സെക്കൻഡ് പാസ് ചെയ്യാണ്ട്. ഹൗ മെനി മൊഡ്യൂൾസ് ടു ഷൂട്ട്, എത്ര മൊഡ്യൂൾസ് ഷൂട്ട് ചെയ്യാനുണ്ട്. എണ്ണാൻ പറ്റുന്ന എത്ര എന്ന് ചോദിക്കാൻ ഹൗ മെനി. ഇനി എണ്ണാൻ പറ്റാത്തതാണെങ്കിലോ ഹൗ മച്ച്. ഹൗ മച്ച് ഡിസ്റ്റൻസ്, എത്ര കിലോമീറ്റർ, എത്ര ദൂരമുണ്ട്. ഹൗ മച്ച് നോളജ്, എത്ര അറിവുണ്ട്. ദെൻ ഹൗ ഡിഡ് യു ഡു ദിസ്, നീ എങ്ങനെയത് ചെയ്തത്. ഹൗ ഡിഡ് ഐ ഡു ദിസ്, ഹൗ ഡിഡ് യു ഡു ദിസ്, ഹൗ ഡിഡ് വി ഡു ദിസ്, ഹൗ ഡിഡ് ദേ ഡു ദിസ്, ഹൗ ഡിഡ് ടീച്ചേഴ്സ് ഡു ദിസ്, ഹൗ ഡിഡ് ഈ ഡു ദിസ്, ഹൗ ഡിഡ് ഷീ ഡു ദിസ്, ഹൗ ഡിഡ് ഇറ്റ് ഡു ദിസ്, ഹൗ ഡിഡ് ടീച്ചർ ഡു ദിസ്, ഹൗ ഡിഡ് ബൈജു ഡു ദിസ്. സോ ഇനി അതേപോലെ ആര് എന്ന് ചോദ്യത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഹൂ വെച്ച് തുടങ്ങണം. ഹൂ ഇസ് ദിസ്, ഇതാരാണ്, ഇത് വെച്ച് തുടങ്ങരുത്. ഹൂ ഇസ് ദിസ്, ഹൂ ഈസ് ഹി, ഹൂ ഈസ് ഷീ, ഹൂ ഈസ് ഇറ്റ്, ഹൂ ആം ഐ, ഹൂ ആർ വി, ഹൂ ആർ ദേ, ഹൂ ആർ ഹർ ഫ്രണ്ട്സ്, ഹൂ ഈസ് ബൈജു, ഹൂ ഈസ് ഫ്രണ്ട്. ഹൂ ഡു വി മീറ്റ്, നമ്മൾ ആരെയാണ് കണ്ടുമുട്ടാറുള്ളത്. ഹൂ ഡു ഐ മീറ്റ്, ഹൂ ഡു വി മീറ്റ്, ഹൂ ഡു ദേ മീറ്റ്, ഹൂ ഡു ടീച്ചേഴ്സ് മീറ്റ്, ഹൂ ഡസ് ഹി മീറ്റ്, ഹൂ ഡസ് ഷീ മീറ്റ്, ഹൂ ഡസ് ഇറ്റ് മീറ്റ്, ഹൂ ഡസ് ബൈജു മീറ്റ്, ഹൂ ഡസ് ഫ്രണ്ട് മീറ്റ്. ഹൂ ഡിഡ് യു കൺസൾട്ട്, ആരെയാണ് നീ കൺസൾട്ട് ചെയ്തത്. ഹൂ ഡിഡ് ഐ കൺസൾട്ട്, ഹൂ ഡിഡ് യു കൺസൾട്ട്, ഹൂ ഡിഡ് വി കൺസൾട്ട്, ഹൂ ഡിഡ് ദേ കൺസൾട്ട്, ഹൂ ഡിഡ് ടീച്ചേഴ്സ് കൺസൾട്ട്, ഹൂ ഡിഡ് ഈ കൺസൾട്ട്, ഹൂ ഡിഡ് ഷീ കൺസൾട്ട്, ഹൂ ഡിഡ് ഇറ്റ് കൺസൾട്ട്, ഹൂ ഡിഡ് ബൈജു കൺസൾട്ട്, ഹൂ ഡിഡ് ഫ്രണ്ട് കൺസൾട്ട്. അപ്പോൾ ആര് എന്ന് ചോദ്യത്തിലുണ്ടെങ്കിൽ അവിടെ ഡബ്ല്യു വെച്ചുകൊണ്ട് തുടങ്ങണം.
ദീസ് ആർ WH ക്വസ്റ്റ്യൻ.